ഇപ്പോഴും ഉമറടക്കമുള്ള 5 വിദ്യാർത്ഥികളും ഇപ്പോഴും ക്യാമ്പസിൽ തുടരുകയാണ്. ഏത് സമയത്ത് കീഴടങ്ങണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു കൃത്യമായ ഒരു സമയം പറയാൻ കഴിയില്ല. എന്തായാലും വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ VC-യുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും കീഴടങ്ങുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം വരിക. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും പോലീസ് സേന പൂർണ്ണമായും JNUവിന്റെ ക്യാമ്പസിന്റെ മുന്നിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. VC ആവശ്യപ്പെട്ട പ്രകാരമാണ് പോലീസ് സേന പൂർണ്ണമായും ക്യാമ്പസിൽ നിന്ന് മാറിയിട്ടുള്ളത്. എന്നാൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗം, മഫ്തിയിലുള്ള പ്രത്യേക വിഭാഗം ഇപ്പോൾ ക്യാമ്പസിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ ഉമറടക്കമുള്ള വിദ്യാർത്ഥികൾ ഇവരുടെ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും JNU ക്യാമ്പസിന് പുറത്തുള്ള പോലീസ് പൂർണ്ണമായും തന്നെ ക്യാമ്പസിന് വെളിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വിദ്യാർത്ഥികൾ കീഴടങ്ങുമെന്നാണ് VC പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉമർ എത്തിയത് മുതൽ നടന്ന സംഭവവികാസങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ JNUവിലെ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ഉണ്ട്. JNUവിലെ വിദ്യാർത്ഥികളായ ഷഹീർ, ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ വസീം എന്നീ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം എന്തായാലും ചേരുന്നത്. ഷഹീർ, ഇന്നലെ ഒരു 10 ദിവസത്തോളം ഉള്ള ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെയാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസ് തിരിച്ചെത്തിയത്. ഏത് രീതിയിലായിരുന്നു ഇവരെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വീകരിച്ചത്? വലിയൊരു പിന്തുണ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പാക്കിയിരുന്നു അല്ലേ? വിദ്യാർത്ഥി സമൂഹത്തെയും അക്കാദമിക സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇവർ തെറ്റൊന്നും ചെയ്തതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഇവിടെ വലിയൊരു സ്വീകരണമാണ് ഉമറടക്കമുള്ള 6 വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിച്ചത് ഇന്നലെ. ഇത് മാധ്യമ വിചാരണയോടുകൂടി ഒരു പറ്റം വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കാനും ഭീകരവാദികളാക്കി ചിത്രീകരിക്കാനുമുള്ള ചില മാധ്യമങ്ങളുടെ കുൽസിത ശ്രമങ്ങൾക്കെതിരെ ക്യാമ്പസ് ശക്തമായി ഈ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. ഇത് ഒരു പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന് നിലയിലുള്ള കടന്നുകയറ്റമാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് വലിയൊരു പ്ലാനിന്റെ ഭാഗമാണ്, വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. രാജ്യത്തെ ക്യാമ്പസുകളിൽ ഹൈദരാബാദിലും FTAയിലും അതുപോലെ ചെന്നൈ IITയിലും ഒക്കെ കണ്ടുവന്ന എതിരഭിപ്രായങ്ങളെ ഇല്ലാതാക്കാനും ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ച് അമർത്തി ഇല്ലാതാക്കാനുമുള്ള BJP സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ, കഴിഞ്ഞ കുറെ നാളുകളായി ഉമറടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, കശ്മീരിന്റെ സ്വയം നിർണയാവകാശമായിക്കോട്ടെ, അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ സംബന്ധിച്ചായിക്കോട്ടെ, ഈ ഉമറടക്കമുള്ള വിദ്യാർത്ഥികൾ വളരെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. എന്നാൽ ഇത്തവണ അവരെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിൽ നടന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? തീർച്ചയായും. കാരണം ഇതിനു മുന്നേയും കഴിഞ്ഞ വർഷവും കാശ്മീരിന്റെ സെൽഫ് ഡിറ്റർമിനേഷനെ കുറിച്ച് ഒരു സെമിനാർ ഇവിടെ, ഒരു ടോക്ക് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. രാത്രി 9:30 മണിക്ക് മെസ് ടോക്ക്. അതിനകത്ത് SAR ഗിലാനി ആയിരുന്നു വന്നിരുന്നത്. അന്നും AVPയുടെ ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ കാറ് പോലും ആക്രമിക്കാൻ ശ്രമിച്ചു. അന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കമാണ് അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുത്ത് ആ പരിപാടി ഇവിടെ നടത്താൻ തയ്യാറായത്. പക്ഷെ അന്ന് അതിനുശേഷം ഒരു തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ, അതായത് NDA സർക്കാർ എല്ലാ രീതിയിലും ബാങ്കറപ്റ്റ് ആണെന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് തെളിയിക്കപ്പെട്ടപ്പോൾ, പ്രത്യേകിച്ച് രോഹിത് വേമുലയുടെ മരണത്തോടുകൂടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറോടുകൂടി തെളിയിക്കപ്പെട്ടപ്പോൾ, അതിൽ നിന്ന് തങ്ങളുടെ ആ രക്തം പുരണ്ട കരങ്ങളെ മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് JNUവിലേക്ക് നടത്തിയ ഈ നരനായായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, ഈ ക്യാമ്പസിന്റെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 7-8 വർഷമായിട്ട് അദ്ദേഹം ഈ ക്യാമ്പസിലുള്ളതാണ്, രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളതാണ്. ഒരിക്കൽ പോലും താനൊരു ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്സോ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സോ അതിന്റെ ഒരു ഭാഗമായിട്ടോ നിലകൊള്ളുന്ന ഒരാളല്ല. എല്ലാ കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് തത്വങ്ങളോടൊപ്പം മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങേരെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഇതിന്റെ ഒരു ഓർഗനൈസർ ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ മോഡി സർക്കാർ ശ്രമിച്ചത്, ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്, വളരെ അറപ്പുളവാക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത്, ഉമർ ഖാലിദ് ഒരു മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ മുസ്ലിം ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പോലും മുസ്ലിം ഹിസ്റ്ററി പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരിമാരെ റേപ്പ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ ആണ് പങ്കുവച്ചത്. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഉമർ ഖാലിമുള്ള, അതുപോലെ തന്നെ അനീർബാൻ അടക്കമുള്ള സഹാക്കൾ, അശുതോഷ് അടക്കമുള്ള, രമനാഗ് അടക്കമുള്ള ആളുകൾ ഇവിടെ ആദ്യം ഞങ്ങൾ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ കോടതിയെയും അഭിമുഖീകരിക്കുന്നതിന് മുന്നേ ഞങ്ങളാക്കിയ ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ ആദ്യം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് വന്നതും അവർക്ക് പറയാനുള്ളത് ഞങ്ങളോട് പങ്കുവെച്ചതും, അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഉമറിനെ അതുപോലെ അനിർബാനെ ആരെക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പസിലുള്ള ഏതൊരു ഈവൻ ABPക്കാരാണെങ്കിൽ പോലും അവരെ പോലും നടത്തുന്ന ഏതൊരു രീതിയിലുള്ള നരനായാട്ടിനും എതിരെ നിൽക്കുമെന്ന് തന്നെ അവർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വസീം, മറ്റൊരു കാര്യം, ഇപ്പോൾ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വത്വരാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന ഒരാളല്ല ഉമർ. എങ്കിൽ പോലും ഉമറിന്റെ ഒരു മുസ്ലിം ഐഡന്റിറ്റി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്നലെ പ്രസംഗത്തിൽ ഉമർ ആദ്യം തന്നെ പറഞ്ഞു, എന്റെ പേര് ഉമർ എന്നാണ്, ഞാൻ എന്നാൽ ഒരു തീവ്രവാദി അല്ല എന്ന് പറയേണ്ടി വന്നു. അതുപോലെ ഉമർ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, താൻ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തന്റെ മുസ്ലിം സ്വത്വം അനുഭവിക്കുന്ന പ്രതിസന്ധി തനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന്. ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിലായിരുന്നു ഉമർ ഇക്കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുന്നത്? ഉമറിന്റെ പ്രസംഗത്തിൽ ഉമർ പറഞ്ഞു, എന്നെ മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ,
അത് സ്വന്തം അനുഭവിച്ച ചില നാളുകളായിരുന്നു എനിക്ക് കടന്നുപോയത്. ഇത് ഉമർ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ RSS സംഘപരിവാറിന്റെ മറ്റ് മെഷീനറികൾ കൃത്യമായി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പിന്നെ മുസ്ലിം ഹിസ്റ്ററി മുൻനിർത്തിക്കൊണ്ട് കൃത്യമായ വളരെ വളരെ പ്രോപ്പഗണ്ടാപരമായ ക്യാമ്പയിൻ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഉമർ എന്ന വിദ്യാർത്ഥി 4 പ്രാവശ്യം പാകിസ്ഥാനിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ, ഇദ്ദേഹത്തിന് ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നതെന്ന്. അപ്പം സഹോദരി വളരെ തമാശയോടുകൂടി പറഞ്ഞു അദ്ദേഹത്തിന് മുഹമ്മദുമായിട്ട് തന്നെ ബന്ധമില്ല, പിന്നെ എങ്ങനെയാണ് ജയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഉമർ തന്നെ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു തന്റെ ഫോൺ നമ്പർ അല്ലാത്ത വേറെ ചില ഫോൺ നമ്പറുകൾ വെച്ചുകൊണ്ട് മീഡിയ പറയുകയാണ് ഞാൻ ദിവസം കാശ്മീരിലേക്ക് 700-800ഓളം ഫോണുകൾ വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി ആകുമ്പോൾ, ഒരു മുസ്ലിമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ കണക്ഷൻ പോകുന്നത് ജയ്ഷെ മുഹമ്മദിലേക്ക്, പാകിസ്ഥാനിലേക്ക്. അതായത് ഇവിടുത്തെ മറ്റു വിദ്യാർത്ഥികളെ പോലെയല്ല, മുസ്ലിം വിദ്യാർത്ഥി ആകുമ്പോൾ അദ്ദേഹത്തിന് ആഗോള ബന്ധമുണ്ട്. ഇന്നലെ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് IS-ന്റെ പിന്നെ JNU-യിലെ മുഖ്യ സൂത്രധാരനാണ്, ഡൽഹിയിലുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ IS-ന് വേണ്ടി സംഘടിപ്പിക്കുന്ന മുഖ്യ സൂത്രധാരനാണ് ഉമർ എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ അവർക്ക് തന്നെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. ഈ അർത്ഥത്തിലുള്ള ഒരു സംഗതി ഉമർ പറഞ്ഞു ഇത് കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വംശീയമായ വേട്ടയുടെ ഭാഗമാണ്. പക്ഷെ ഉമർ അതിന്റെ കൂടെ പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ഇന്ത്യയിലെ ദലിതുകൾക്കും അതുപോലെ തന്നെ ആദിവാസികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്കും ഇവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കർഷകർക്കും എതിരെ ഇവിടുത്തെ ഗവൺമെന്റ് നടത്തുന്ന ഒരു വേട്ടയുടെ ഒരു ഭാഗം കൂടിയാണിത്. അതാണ് പ്രധാനമായിട്ടും ഉമർ അക്കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു. അത് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു വേട്ട മാത്രമല്ല. എനിക്കൊന്ന് രോഹിത് വെമുല വിഷയത്തിൽ ക്യാമ്പസിൽ വലിയ തോതിൽ ഇടപെട്ട ഒരാളാണ് ഉമർ അടക്കമുള്ള ആശുഘോഷ് അടക്കമുള്ള ഉമർ അടക്കമുള്ള ആളുകൾ. ഇന്നലെ ഉമർ പ്രസംഗത്തിലെല്ലാം രോഹിത് ഇഷ്യൂ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. രോഹിത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നാളെ നടക്കുന്ന സമരത്തെക്കുറിച്ച് പോലും ഉമർ പറയുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ രോഹിത് അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കരിക്കാൻ സർക്കാർ ഒരു കൃത്യമായ ഒരു ശ്രമം തന്നെ നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല? അത് വളരെ വ്യക്തമാണ്. അത് ഈ പ്രശ്നത്തിന്റെ തുടക്കം തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിലെ NDA സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഇടപെടലുകളുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. ആദ്യം രോഹിത് വെമുലയെ ദേശവിരുദ്ധനാക്കി അവിടുത്തെ ഒരു MP, ദത്തത്രേയ എന്ന് പറയുന്ന MP ആണ്, ഹൈദരാബാദിലെ MP ആണ് സ്മൃതി ഇറാനിക്ക് കത്തയച്ചത്. ഇവിടെയും അതുപോലെ തന്നെ ഉമർ അടക്കമുള്ള സഖാക്കളെ ദേശവിരുദ്ധനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ MP ആണ് പ്രശ്നമുന്നയിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളെ ദളിത്, മുസ്ലിം, അതുപോലെ കർഷക ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ കനയ്യകുമാറിനെ പോലെയുള്ള വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളടക്കം രാജ്യത്തെ എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കാൻ വരികയും അവരുടെ രാഷ്ട്രീയം ദളിത് ഒപ്രഷൻ ആയാലും അതുപോലെ തന്നെ മുസ്ലിം വിഷയങ്ങളായാലും അതുപോലെ തന്നെ കർഷക ഇഷ്യൂസ് ആയാലും ഒക്കെ പാവങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ അവർ ഉയർത്തുകയും അത് ഒരു രാഷ്ട്രീയത്തെ, ആ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം രാജ്യത്ത് ഉയർന്നു വരാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ ഈ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ വോയിസിനെ, അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് വളരെ വ്യക്തമാണ്. രോഹിത് വെമുല ഇഷ്യൂവിനെ ഇല്ലാതാക്കി ഒരു ദേശീയതയുടെ ഒരു പുറമോടി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ രോഹിത് വെമുല ഇഷ്യൂ, ദളിത് സപ്രഷന്റെ ഇഷ്യൂ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ബാലകൃഷ്ണൻ, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി JNU ക്യാമ്പസ് അത്ഭുതപ്പെടുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി JNU ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ പിന്തുണ. ABUPയിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ രാജിവെച്ച് സമരത്തിലേർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ JNUവിലെ ക്യാമ്പസിന്റെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവരെ ഏത് തരത്തിലാണ് ഇവരോട് ഐക്യപ്പെടുന്നത്? ഇവിടെ 2 തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഒന്നാമത് പൊളിറ്റിക്കലി വളരെ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, മറ്റേത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വിദ്യാർത്ഥികളുണ്ട്. പൊതുവായിട്ട് ABUPയിൽ അടക്കമുള്ള ആളുകൾ രാജിവെച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ നാഷണലിസ്റ്റുകളാണ്. നാഷണലിസ്റ്റ് ആണെന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഒരു അക്കാഡമിക് സ്ഫിയറിനകത്ത് യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലുള്ള ഏതൊരു സർവകലാശാലകൾക്കകത്തും വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനം എന്താണ് നാഷണൽ, എന്താണ് ദേശീയത എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവിടെ ആ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞത് ഇത് നാഷണലിസം അല്ല ഇവിടെ നടക്കുന്നത്, പക്ക ഗുണ്ടായിസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാർ. ആസിഫ് മുഹമ്മദാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് JNU വിദ്യാർത്ഥികളോട്. JNUവിലെ വിദ്യാർത്ഥികൾ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരായ കേസിനെ കുറിച്ച് പ്രതികരിക്കുകയാണ്. അവരിലേക്ക് വീണ്ടും പോയ ശേഷം മടങ്ങി.
വളരെ മനഃപൂർവ്വം JNUവിന്റെ അക്കാഡമിക് സ്ഫിയറിലേക്ക് അടിച്ച് കടന്നു കയറി അതിനെ അടിച്ചു തകർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഇത് ചെയ്യുന്നത് ഗവൺമെന്റ് ഒരു മൗത്ത് പീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ABVP അല്ലെങ്കിൽ ഇവിടുത്തെ ചില റൈറ്റ് വിംഗ് വിദ്യാർത്ഥി അതുപോലെ തന്നെ അധ്യാപക സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമാവാൻ ഞങ്ങളില്ല. കാരണം ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തകർക്കാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തകർക്കുന്നതിന് വളരെ പൊളിറ്റിക്കൽ ഇക്കോണമി ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നാല് പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തായിട്ട് ഒത്തിരി പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾ വൻതോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അമിറ്റി യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ജിൻഡൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശിവനാടാർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ലക്ഷക്കണക്കിന് ഫീസ് കൊടുത്തിട്ടാണ് സോഷ്യൽ സയൻസിൽ പോലും വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീസ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പല ആളുകൾക്കും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. കാരണം ഞങ്ങളിവിടെ പഠിക്കുന്നത് ജനങ്ങളുടെ ഇഷ്യൂവിനെ കുറിച്ചാണ്. ഇപ്പൊ ഇവിടെ ഓരോരുത്തരും ഇഷ്യൂ പഠിക്കുന്ന വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ വസീമ് പഠിക്കുന്നത് UAPA എങ്ങനെയാണ് ഇവിടുത്തെ പാവപ്പെട്ട ഒപ്രസർ സെക്ഷനെ കുറിച്ച് അടിച്ചമർത്തുന്നതിനെ കുറിച്ചാണ്. ഷംസീർ പഠിക്കുന്നതാണെങ്കിൽ വയലൻസിന്റെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റിനെ കുറിച്ചാണ്. ഞാൻ പഠിക്കുന്നതാണെങ്കിൽ പോസ്കോയുടെ ഇഷ്യൂനെ കുറിച്ചായിരുന്നു. അതുപോലെ ഉമർ ഖാലിദ് പഠിക്കുന്നത് ഇവിടുത്തെ ജാർഖണ്ഡിലെ ട്രൈബൽ ക്വസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥി ഇവിടെ പഠിക്കുന്നത് ജനങ്ങളുടെ ഇഷ്യൂനെ കുറിച്ചിട്ടാണ്. അതിനെ ഒരു പൊതുധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് JNU പോലുള്ള ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. ഇതിനെ അടിച്ചു തകർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് സ്പേസിൽ നിന്നില്ലാതെയാവും. നിങ്ങൾ അന്ന് ഒരു ഏകലവ്യന്റെ കൈ മുറിച്ചെടുത്തെങ്കിൽ ഇന്ന് ഏകലവ്യന്മാർക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിനുള്ള ഭാഗമായി അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മലൈൻ ചെയ്തുകൊണ്ട് തകർത്തെറിഞ്ഞുള്ള ലക്ഷ്യമായിട്ട് നടത്തിയപ്പോൾ അതിനകത്തുമുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിനകത്തുമുള്ള ഇത്തരത്തിലുള്ള ബോധമുള്ള ഇത്തരത്തിലുള്ള ഒപ്രസർ സെക്ഷനിലുള്ള അവർ എന്തോ ഒരു നിർഭാഗ്യവത്ത ABVPയുടെ കൂടെ പോയ ആളുകൾ അവർ തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഇനിയും ഒത്തിരി ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു പോരും. ഇത്തരത്തിലുള്ള ഗുണ്ടായുസത്തിനെതിരെ ശക്തമായ മറുപടി കൊടുക്കുന്നതന്നെയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാനുള്ളത്. ആസിഫ് മുഹമ്മദാണ് JNUവിലെ വിദ്യാർത്ഥികളോട് സംസാരിച്ചത്. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉയർത്തുന്ന രാഷ്ട്രീയം JNU പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അത്തരം സംവാദങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ടെന്നും വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു. അത്തരം സംവാദങ്ങളെയാണ് ഭരണകൂടം ഭയപ്പെടുന്നതെന്നും അതുകൊണ്ടാണ് JNU പോലെ ഒരു സ്ഥാപനത്തെ തകർക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു.